നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ബാല്യം, ശൈശവം കഴിഞ്ഞ് ബാല്യം, ബാല്യം കഴിഞ്ഞ് കൗമാരം, അത് കഴിഞ്ഞ് യൗവനം, ഇങ്ങനെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലൂടെ എല്ലാ കാലവും മനുഷ്യർ കടന്നു പോകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ശൈശവം കഴിഞ്ഞ് ബാല്യം കഴിയുമ്പോൾ അച്ഛനമ്മമാർക്ക് കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ് കൗമാരം. അവിടേക്ക് കടക്കുമ്പോഴാണ് അച്ഛനമ്മമാർക്ക് കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. ഇവരൊരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ വീട്ടിലെ ഇവരുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് അങ്ങനെ ചില വെളിവാക്കലുകൾ. പക്ഷേ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പലപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയാറില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവർ നേരിടുന്നത്? പ്രത്യേകിച്ച് പുതുതലമുറയിൽ കൗമാരപ്രായക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇവയ്ക്ക് നമ്മൾ എങ്ങനെ പരിഹാരം കാണാം? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ആസ്ട്ര മെഡ്സിറ്റിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് ചൈൽഡ് ആൻഡ് അഡോളസെൻ്റ് വിഭാഗം ഡോക്ടർ PC അലക്സാണ്ടർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ എല്ലാ കാലവും കുട്ടികൾ വളരുന്നുണ്ട്, എല്ലാ കാലത്തും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണ് ഈ പുതുതലമുറ ഇത്രയേറെ ആശങ്കപ്പെടുന്നത്? യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അഡോളസൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 12-18 വർഷം ഇടയ്ക്കുള്ള ടൈമാണ് നമ്മളീ പറയുന്നത്. ആ സമയത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. ഹോർമോൺസ് കാരണം, അവരുടെ ഫിസിക്കൽ സ്ട്രക്ചർ കാരണം, ഇമോഷണൽ ഔട്ട് ബേസ്റ്റ്, ഇതെല്ലാം പണ്ടും ഇന്നും ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾ വേറൊരു രീതിയിലാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ നമ്മുടെ എൻവയൺമെൻറ്റ് കംപ്ലീറ്റായിട്ട് അങ്ങ് മാറി. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ആക്സസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളും ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 25 വർഷം മുമ്പ് അവൈലബിൾ അല്ലായിരുന്നു. ഈ ഗാഡ്ജറ്റ്സും ഈ കാര്യങ്ങളും അൺസൂപ്പർവൈസ്ഡായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റാണ് നമ്മൾ ഈ കാണുന്ന ഒരുപാട് വയലൻസും ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ അഡോളസൻസ് ഉണ്ടാകാനുള്ള കാരണം. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്. 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ കയ്യിലൊന്നും പിടിച്ചാൽ ഇത് കിട്ടാത്തൊരു സിറ്റുവേഷനായിട്ട് വരും. പലപ്പോഴും നമ്മൾ പറയാറ് അച്ഛനമ്മമാർക്ക് ഈ കൊച്ചുകുട്ടികൾ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേട്ടുകൊണ്ടേയിരിക്കും, അനുസരിക്കും. അതിൽ നിന്ന് തിരിച്ച് അവൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു കാലം കൂടിയാണല്ലോ കൗമാരപ്രായം. അപ്പോൾ ഉണ്ടാകുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കൊരു ഷോക്കാണ്. എന്താണ് ഇവൻ തിരിച്ചു പറയുന്നത്? ഇവന് സ്വന്തമായ അഭിപ്രായമോ? അതും ഒരു പ്രശ്നമാകുന്നില്ലേ? അതെ, പക്ഷെ അത് അവിടെ ഒരു ബാലൻസ്, നമുക്കിപ്പോൾ കാലം ഏതായാലും മാറി. അതിനൊരു ബാലൻസ് നമ്മൾ പേരൻസും പിള്ളേരുമായിട്ട് സ്ട്രൈക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അതായത് ഇന്നത്തെ ഒരു ടീനേജർ അല്ലെങ്കിൽ ഒരു അഡോളസൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി തിരിച്ചു പറയും. പക്ഷെ അത് തിരിച്ചു പറയുമ്പോൾ അവരെ കംപ്ലീറ്റായിട്ട് നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി വഷളാകത്തേ ഉള്ളൂ, സംഗതി ബെറ്റർ ആവുകയില്ല. അപ്പോൾ അവർ പറയുന്ന ഒന്ന് നമ്മൾ കേൾക്കണം. അത് കേട്ടിട്ട് അത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ച് കൺസെൻട്രേഷനൊക്കെ കൊടുത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഇവരോട് നമ്മൾ ചോദിക്കുന്നു, നമ്മൾ പറയുകയാണ് ഇന്ന് നമ്മൾ ചൈനീസ് കഴിക്കാൻ പോവുകയാണ്. അതിന് 2 പിള്ളേരുണ്ട് അവിടെ, 18ഉം 17ഉം വയസ്സുള്ള. നിങ്ങൾ ചൈനീസ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അതേസമയം ആ പേരൻസ് ആ കുട്ടികളോട് ചോദിക്കുകയാണ്, നമ്മളിന്ന് പുറത്ത് കഴിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഇന്ന് കഴിക്കേണ്ടത്? അപ്പോൾ അവർ പറയുന്നു, ഇന്ന് ഞങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കഴിച്ചാൽ മതി. അപ്പോൾ നമുക്കെന്നാൽ ഒരു നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകുമെന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി കോൺഫിഡൻസ് കിട്ടുന്നു. പക്ഷെ അച്ഛനും അമ്മയ്ക്കും ആ ഒരു ബിസി ലൈഫ് സ്കെഡ്യൂളിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും സമയമില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. പണ്ടൊക്കെ പേരൻസ് പിള്ളേരുടെ കൂടെ ഇതിൻ്റെ ഒരു 4 ഇരട്ടി സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഇന്ന് 2 പേരും ജോലി ചെയ്യും, രാത്രിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. കാലം മാറി എന്ന് പറയുമ്പോൾ തന്നെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് നമ്മൾ ഓരോ വീട്ടിലും മണ്ണെണ്ണ എത്തിക്കണം എന്ന് പറഞ്ഞിരുന്ന പോലെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഓൾറെഡി വൈദ്യുതി ഉണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷൻ എത്തിക്കണം എന്ന് നമ്മൾ പറയുന്നത്. അത്രത്തോളം നമ്മൾ മാറിയിരിക്കുന്നു. നല്ലൊരു മാറ്റം കൂടിയാണത്. അതുപോലെ തന്നെയാണ് ഈ ഗാഡ്ജറ്റുകളുടെ ഉപയോഗവും അപ്പോൾ വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾ എപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങണം? ഉദാഹരണത്തിന് ഇപ്പോൾ 2 വയസ്സുള്ളൊരു കുട്ടി പോലും കുറേ നേരം മൊബൈൽ കൊടുത്താൽ അതിൽ പ്രസ് ചെയ്ത് കളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എപ്പോഴാണ് കുട്ടികൾക്കിത് സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക? അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ഗാഡ്ജറ്റ്സ് കൊണ്ട് ഡെഫിനറ്റായിട്ടും പ്രയോജനം ഡെഫിനറ്റായിട്ടും ഉണ്ട്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ അത് നമ്മൾ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ടു സം എക്സ്റ്റെൻറ്റ് അവർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഏതാണ്ട് ഒരു 12-14 വയസ്സിനിടയ്ക്കാണ് ഇവർക്ക് ഈ മൊറാലിറ്റി,
അല്ലെങ്കിൽ രണ്ട് സെക്സ് തമ്മിലുള്ള ഡിഫറൻസ്, മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാകുന്നതും ആൺകുട്ടിയും പെൺകുട്ടിയായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഏതാണ്ട് ഒരു 12-നും 14-നും ഇടയ്ക്കാണ്. അപ്പോൾ ഇതൊരു നല്ല സമയമാണ് നമ്മൾ അവരെ ഈ ടെക്നോളജിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇതൊക്കെയാണ് ചെയ്യാൻ ഇതിനകത്ത് നല്ല കാര്യങ്ങളും. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ലേറ്റർ ഓൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു നല്ല സമയമാണത്. ഇപ്പോൾ UK-യിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 9 വയസ്സ് മുതലേ അവർ തുടങ്ങിക്കഴിഞ്ഞ് അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഒരു 11-12 ആകുമ്പോഴത്തേക്ക് അവർ വളരെ മെച്യൂറാണ്. അവർക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളുടെ സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് അങ്ങനെയല്ല. അപ്പം അച്ഛൻ ചിലപ്പോൾ ഗൾഫിൽ ദുബായിലായിരിക്കും, അവിടുന്ന് ഏറ്റവും വിലയുള്ളൊരു ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ കുട്ടി ചെയ്യരുതാത്തത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു ഇത് നമ്മുടെ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ഒരു പക്ഷേ അമ്മയ്ക്ക് അതിനുള്ള അറിവുണ്ടാവണമെന്നില്ല. കറക്റ്റ്. അതെ. മറ്റൊന്ന് ഡോക്ടർ, ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ ഈ ഒരു പ്രായത്തിൽ കൃത്യമായിട്ടുള്ള ശരിയായ അറിവുകൾ കിട്ടിയാൽ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവബോധം ഉണ്ടാവും. അപ്പോൾ ഇത്തരം എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് സെക്ഷൽ എഡ്യൂക്കേഷൻ, അതിൻ്റെ ഒരു ആവശ്യം കൂടി ഇല്ലേ സ്കൂളുകളിൽ? അബ്സല്യൂട്ട്ലി. അതായത് നമ്മൾ ഈ സെക്ഷുവൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എല്ലാ സ്കൂളിൻ്റെയും കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് മാറിയാലേ ഇവർക്ക് നോർമലും അബ്നോർമലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റൂ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്നത്തെ സിലബസിൽ അങ്ങനൊരു സെറ്റപ്പേ ഇല്ല. ഇതൊന്നും പേരൻസോ ടീച്ചേഴ്സോ ആരും പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇൻ്റർനെറ്റും ഫോണുമാണ് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നല്ല പ്ലഷറബിൾ എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ അവിടെ അബ്നോർമലിനാണ് അവർ എംഫസിസ് കൊടുക്കുന്നത്, നോർമലിനല്ല. സോ പഠിപ്പിക്കേണ്ടതും അവെയർ ആക്കേണ്ടതും നമ്മുടെ ചുമതലയാണ്, വിച്ച് വി ഹാവ് ഫെയിൽഡ്. ഈ സ്ക്രീനിങ് എവിടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഇതൊന്ന് നിയന്ത്രിക്കാൻ പറ്റുക, കുട്ടികളുടെ ഇൻ്റർനെറ്റ് ഉപയോഗം? അതിനൊരു സാധ്യതയുണ്ടോ യഥാർത്ഥത്തിൽ? ഇൻ്റർനെറ്റ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഡിസിഷൻസ് ഗവൺമെൻറ്റൊക്കെ എടുത്താലും ഇത് യാതൊരു വിധത്തിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ കുറേയൊക്കെ നമുക്ക് ഫിൽറ്റേഴ്സൊക്കെ വെക്കാമെന്നുണ്ടെങ്കിലും അത് സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എത്രത്തോളം ഇവരെ അവെയർ ആക്കാൻ പറ്റും, എത്രത്തോളം പിള്ളേരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രയോജനം പിള്ളേർക്കുണ്ടാവും. ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഇത് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിൻ്റെ പണിഷ്മെൻറ്റ്സ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നോർമലായിട്ട് തന്നെ അതിൻ്റെ ഇത് ഒത്തിരി കുറയും. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു കുട്ടികളിൽ മാറ്റങ്ങൾ വരുന്നു, എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ തിരിച്ചറിയണം? സാധാരണ ഇതിൽ നമ്മൾ ഈ പിള്ളേർ നല്ല ആക്റ്റീവായിട്ട് ഇരുന്നൊരു കുട്ടി പെട്ടെന്ന് വിഡ്രോൺ ആകുന്നു, ആൾ വേറെ ആരുമായിട്ട് കോണ്ടാക്റ്റിന് ഇൻട്രസ്റ്റ് ഇല്ല, എപ്പോഴും കയ്യിൽ ഫോൺ, ഒന്നീ മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബാക്കി ആൾക്കാരെ നോക്കുന്നില്ല, ഐ കോണ്ടാക്റ്റ് ഒട്ടും കാണുന്നില്ല, ദേഷ്യം, വല്ലാത്ത ദേഷ്യം, രാത്രിയിൽ കിടന്ന് ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല, രാത്രിയിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ രാവിലെ അവർക്ക് സ്കൂളിൽ എഴുന്നേറ്റ് പോകാനുള്ള ബുദ്ധിമുട്ട്, സ്കൂളിലുള്ള കോൺസെൻട്രേഷൻ എല്ലാം കുറയും. ഇതൊക്കെയാണ് ഏർലി സൈൻസ് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഈ അടുത്ത ഒരു റിപ്പോർട്ടിൽ വായിച്ചൊരു കാര്യം, ഒരു 11 വയസ്സുള്ള ഒരു കുട്ടി, ആൺകുട്ടി, വീട്ടിൽ അച്ഛനമ്മമാർക്ക് ജോലിയുണ്ട്, ഈ കുട്ടി ഫുൾ ടൈം ഇൻ്റർനെറ്റും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. വീട്ടിൽ വന്ന 36 വയസ്സുള്ളൊരു വേലക്കാരി സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുക എന്നുള്ള അവർ ഷോക്ക്ഡായിപ്പോയി. ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൻ രാത്രി കണ്ട ചില വീഡിയോസിൽ നിന്നാണ് ഇങ്ങനൊരു പരീക്ഷണത്തിന് മുതിരുന്നത്. അത് വല്ലാത്തൊരു പോക്കല്ലേ, വളരെ ആശങ്കപ്പെടേണ്ട ഒരു. അതെ. അതായത് നമ്മൾ ഇന്ന് ഗെയിംസ്, ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള ഗെയിംസ് നമ്മൾ കമ്പ്യൂട്ടറിലോ അല്ലെ മൊബൈൽ ഫോണിലോ നോക്കുമ്പോൾ വയലൻസ് ആണ് അതിൻ്റെ സെൻട്രൽ തീം. ആ വയലൻസിൽ ബേസ് ചെയ്താണ് ഈ പിള്ളേർ വളരുന്നത്. അപ്പോൾ അവർ വളരുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ വയലൻസ് മാറിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അസോൾട്ട് ഓൺ ഗേൾസ്, ഒരുപാട് പെണ്ണുങ്ങളുടെ ആണുങ്ങൾ ആ ഒരു വയലൻറ്റ് സ്ട്രീക്ക് നമ്മൾ കാണുന്നുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് തലേദിവസം രാത്രിയിൽ അവർ കാണുന്നത്. അത് അവർ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ട്രൈ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളാണ് ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും
നമുക്കറിയാം, പല പല കഥകളും അറിയാം. ഈ കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും അവയർനെസ് ഉണ്ടായിട്ട് പോലും ഒരു പെൺകുട്ടിക്ക് സേഫായിട്ട് രാത്രിയിൽ നടന്നു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. മോസ്റ്റ് ഓഫ് ദി ടൈംസ് അതിനകത്ത് കൾപ്രിറ്റ് ഒരു കൊച്ച് 20 വയസ്സ് 21 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരോടും ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാതെ ഐസൊലേറ്റഡ് ആയിട്ട് ഒരാളിപ്പം പറയുകയോ എടുക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യം, അതായത് അച്ഛനമ്മമാർക്ക് വീട്ടിൽ ഇത് പ്രശ്നങ്ങളുണ്ട്, ഇവരുടെ കുട്ടി ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എന്നാൽ ഇത് കൃത്യമായിട്ടൊരു ഡോക്ടറെ കാണണമെന്നോ ഇതിന് പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നൊന്നും മനസ്സിലാകാതെ ചിലപ്പോൾ കുറേ ശിക്ഷിക്കും, ചിലപ്പോൾ തള്ളിക്കളയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തെല്ലാം തരത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ. നമ്മൾ സാധാരണ ക്ലിനിക്സിലൊക്കെ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, സാധാരണ അച്ഛൻ വരാറില്ല, അമ്മയാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അമ്മയുടെ കൂടെ വരികയും അമ്മ പറയും ഇവനെപ്പോഴും തലവേദനയുണ്ട്, ചില സമയത്ത് എഴുന്നേക്കാൻ താമസമുണ്ട്, സ്കൂളിലെ ഗ്രേഡ് എല്ലാം കുറഞ്ഞു, ഇടയ്ക്ക് എല്ലായിടത്തും ദേഹം എല്ലാം വേദന എടുക്കുന്നു, അങ്ങനെ കുറച്ച് പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതൊരു ലോങ് സ്റ്റോറി നമ്മുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുള്ളത്. അച്ഛൻ എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ബിസിനസ്സാണ്, താമസിച്ച് 11 മണി 12 ആവും തിരിച്ചു വരുമ്പം. പക്ഷേ ഇവന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഡോക്ടർ ഒന്ന് സംസാരിക്കും ഇവനോടൊന്നും എന്ന് പറഞ്ഞ് അമ്മ ആ മുറിയിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ നമ്മൾ ഈ കുട്ടിയോട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇതിനകത്ത് ഇൻഫർമേഷൻ കിട്ടുന്നത് രാത്രിയിൽ ഉറക്കമില്ല. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ ഒരുപാട് വായിക്കും എന്നൊക്കെ ആദ്യം തുടങ്ങും. പക്ഷേ അവസാനം നമ്മൾ ചോദിക്കുമ്പോൾ എൻ്റെ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം പറയും ഫോണുണ്ട്. അപ്പോൾ ഫോൺ നമുക്ക് കാണാം. അപ്പം ഞാൻ ചോദിക്കും ആ ഫോൺ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കും. 99% അവർ കാണിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും ഇതിനകത്ത് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തോ വല്ലതും വെച്ചിട്ടുണ്ടോ, നമ്മൾ കാണണ്ടാത്ത സാധനങ്ങൾ. ആദ്യം ഇല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ശരിക്കും സീരിയസ് ആയിട്ട് പറയുമ്പോൾ ആ കുട്ടി പറയും ഇല്ല, അതിനകത്ത് കുറച്ച് സംഗതികളുണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള സംഗതി. ഞാൻ ചോദിക്കും മൂവി ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കൂടെ കാണാൻ കൊള്ളാവുന്ന മൂവിയാണോ? അല്ല. ഇതാര് തന്ന ഈ മൂവി? അതെൻ്റെ ഒരു ചേട്ടൻ തന്ന, ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്യാൻ. അപ്പോൾ രാത്രി ഇത് കാണുമോ? ഞാൻ കാണും. എത്ര പ്രാവശ്യം കാണും? 2 or 3 പ്രാവശ്യം ഞാൻ കാണുമെന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ സ്റ്റോറി. ഈ സ്റ്റോറി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അമ്മ വരുന്നു. അമ്മയോട് നമ്മൾ പറഞ്ഞിങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ഡോക്ടറെ ഞങ്ങൾക്ക് 2-3 വർഷമായിട്ട് സംശയമുണ്ട്, പക്ഷേ കുട്ടിയുടെ അച്ഛനോട് പറയുമ്പം പിടിച്ച് തല്ലുക, ബഹളം ഉണ്ടാക്കുക, പിന്നെ അമ്മ മിണ്ടാതിരിക്കും. അപ്പോൾ അതൊരു കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ളൊരു അപ്രോച്ചാണ്. അപ്പോൾ ഈ പിള്ളേർ തന്നെ പറയുന്നുണ്ട് ഇത് തെറ്റാണ്, ഇതൊരു ശീലമായിപ്പോയി, ഇത് മാറ്റിയെടുക്കണം, ആഗ്രഹമുണ്ട്. ചിലർ അവിടെ ഫോൺ വെച്ചേച്ച് പോവും, ചിലർ ഹോസ്പിറ്റലിൽ തന്നെ ഫോൺ വെച്ചേച്ച് പിറ്റേ ദിവസം അമ്മയെ വിളിച്ചിട്ട് അമ്മയോട് പറയുകയാണ് ഇത് എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെക്കുക, ഇനി ഒരു സാധനം ഇനി വാങ്ങിച്ചു കൊടുക്കരുത്, പ്രോമിസ് ചെയ്ത് എഴുതി വാങ്ങിക്കുന്നു. നമ്മൾ എഴുതി വാങ്ങിക്കുന്ന അടുത്ത 6 മാസത്തേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെ ഒരു 1/2 hour to 45 minutes അല്ലെ, ഇതെല്ലാം നോർമൽ ഐക്യമുള്ള പിള്ളേരല്ലേ. പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരും മനസ്സിലാക്കുന്നുണ്ട്, യെസ് നമുക്ക് ലൈഫിൽ ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അങ്ങനൊരു തെറപ്പി ബേസ്ഡ് മോഡലാണ് ഇവർക്ക് വേണ്ടിയത്. ഇവിടെ ഉയർന്നു വരുന്ന വേറൊരു പ്രധാന പ്രശ്നം കോ പാരൻറ്റിങ് എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകത, ഒരു പ്രാധാന്യം നമ്മളറിയാതെ പോകുന്നുണ്ടോ? ഉണ്ട്. അതായത് നമ്മുടെ പേരൻസ് ഇപ്പം യൂഷ്വലി ഇപ്പോഴത്തെ ഇത് നമ്മൾ സർക്കംസ്റ്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പേരൻ്റായിരിക്കും മിക്കവാറും കുട്ടികളെയെല്ലാം നോക്കുന്നത്. ഫാദറും മദറും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് വളരെ റെയറായിട്ട് ഇന്നത്തെ ഇതിൽ കാണുന്നുള്ളൂ. അപ്പോൾ 2 പേർക്കും ഡിഫറെൻറ്റ് റോൾസാണുള്ളത്. അവരുടെ റോള് ഫുൾഫില്ല് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന അച്ഛനാണെങ്കിൽ പോലും ഇപ്പോൾ സ്കൈപ്പ് ഉണ്ട്, നമുക്ക് ഇത്തരം കാര്യങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചുകൂടെ? ഒരു ക്വാളിറ്റി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ആ സമയം വേറെ പല കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടിക്ക് കിട്ടുന്ന സമയം മേ ബി 2% അല്ലെങ്കിൽ 3%, അല്ലെങ്കിൽ അങ്ങേയറ്റം കുട്ടി പറയും എനിക്കൊരു ഫോൺ മേടിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ എനിക്കിത് മേടിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്ന അല്ലാതെ ഒരു 1/2 hour ടോക്ക് വിത്ത് ഹിം,
ഫാദർ ടു സൺ ഒരു ടോക്ക് അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മൾ എത്രയും കൂടുതൽ സമയം നമ്മുടെ പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നോ അത്രയും നല്ല പിള്ളേരായിട്ടേ അവർ വളരത്തുള്ളൂ. മറ്റൊന്ന്, ഈ കുട്ടികളുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർ പറഞ്ഞു ഒരു ചേട്ടൻ തന്നു എന്ന് പറയുന്നു, ഒരു മൂവി ഡൗൺലോഡ് ചെയ്തു. അത് ഈ ചേട്ടൻ തരുമ്പോൾ അത് അച്ഛനോടോ അമ്മയോടോ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നുണ്ട്. പക്ഷെ എത്ര കുട്ടികൾക്ക് ഇത്തരം സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്? തീർച്ചയായിട്ടും ചെയ്യാനുള്ള അതൊരു വളരെ വാലിഡ് പോയിൻ്റാണ്. അപ്പോൾ ഈ നമ്മൾ എല്ലാ ഇൻഫർമേഷനും അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് അത് റിസീവ് ചെയ്യണം. അല്ലാതെ അവരോട് വഴക്ക് പറയുകയും അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നതിന് പകരം എല്ലാ ദിവസവും ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ എന്നും വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് പറയും ഇന്ന കാര്യങ്ങൾ നടന്നു, അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ട് ഈ ചേട്ടൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഈ ചേട്ടൻ അങ്ങനെ പറഞ്ഞു. ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ നമുക്കത് ആലോചിച്ച് ചിന്തിച്ച് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് മൈറ്റ് ബി ഒരു വളരെ ഇഫക്റ്റീവായിട്ട് ടൈംലി സൊല്യൂഷനായിട്ട് അത് മാറും. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഏത് തരത്തിൽ നമുക്ക് മുൻകരുതലുകൾ എടുക്കാം? എന്തെല്ലാം തരത്തിലുള്ള പരിഹാര മാർഗങ്ങളുണ്ട്? അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരെ എങ്ങനെയാണ് ചികിത്സിക്കുക? നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് നോക്കുകയാണെങ്കിൽ പല ലെവലിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഫാമിലീസിൽ, ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് സോൾവ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ് കൗൺസിലിംഗ്, വീണ്ടും വീണ്ടും ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ധാരാളമുണ്ട്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒരു നല്ല ഒരു അംബലൈക്കൽ കോഡ് രണ്ടാമത് ബിൽഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് മുമ്പോട്ട് ലീഡ് ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഫാമിലീസിലുള്ള ആൾക്കാരെ നമ്മൾ സോൾവ് ചെയ്യുന്നു. അവർ ഹോസ്പിറ്റലിൽ വരുന്നു. ആഴ്ചയിൽ ഞങ്ങൾക്ക് എങ്ങനെ വന്നാലും രണ്ടോ മൂന്നോ പിള്ളേരെങ്കിലും തീർച്ചയായിട്ടും വരും. അപ്പോൾ അതൊരു സൈഡിൽ. മറ്റേ സൈഡിൽ കുറച്ചുകൂടെ ലാർജർ വ്യൂ പോയിൻ്റ് എടുത്ത് നോക്കിയാൽ നമ്മൾ സ്കൂൾസ്, നമ്മുടെ ടീച്ചേഴ്സ്, പേരൻസ്, അപ്പോൾ ഇവരെല്ലാവരോട് വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇവരെ നമുക്കൊരു നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതായത് ഡിഫറൻഷിയേറ്റിംഗ് റൈറ്റ് ഫ്രം റോങ്. ഒന്ന്, ശരിയും തെറ്റും എന്താണെന്നുള്ളത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും. രണ്ട്, ഇവരെ ഗുഡ് ആൻഡ് ബാഡ്, എന്താണ് നല്ലതും എന്താണ് ചീത്തയും, ഇത് രണ്ടും പഠിപ്പിക്കാനായിട്ട് ഒന്നീ മാതാപിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ഇവർക്ക് രണ്ടുപേർക്കും ഒരു മേജർ റോളുണ്ട്. ആ റോൾ ഇവർ ഫുൾഫിൽ ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത്, അതൊരു വാസ്തവമാണ്. ദാറ്റ് ഹാസ് ടു ബി രണ്ടാമത് റെജുവിനേറ്റ് ചെയ്യണം. മൂന്ന്, ഇവർക്കെല്ലാം നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ തന്നെ ഒരു സെക്ഷുവൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഒരു സബ്ജക്റ്റ് തന്നെ കൊടുക്കണം. എന്നാലേ ഇവരെ നമ്മൾക്ക് വളർത്തിക്കൊണ്ട് മുമ്പോട്ട് ഇവരെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി, എയ്ഡ്സ് എന്താണ്, HIV എന്താണ്. ഇപ്പോൾ ഇവിടെ ഡ്രഗ്സ് ഒത്തിരി കോമൺ ആയിട്ടുണ്ട്. ആ ഡ്രഗ്സ് കഴിച്ചാലോ കുത്തിവെച്ചാലോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നത്, അതിനകത്തുനിന്നുള്ള വരാവുന്ന അസുഖങ്ങളും വിച്ച് ക്യാൻ ഈവൻ ലീഡ് ടു ഡെത്ത്. അതുപോലെ ആൽക്കഹോളിൻ്റെ ഇഷ്യൂസ്. നമ്മൾ ചെറിയ പ്രായത്തിൽ ആൽക്കഹോൾ തുടങ്ങിയാൽ ഒരു 40-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് ലിവറെല്ലാം പോവും, സിറോസിസ്, അങ്ങനത്തെ ഇഷ്യൂസ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരു കംപ്ലീറ്റായിട്ടൊരു മോഡ്യൂള് തന്നെ എല്ലാ സ്കൂളുകളും ഗവൺമെൻറ്റും പ്രൈവറ്റും വേണം. അത് ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമേ അത് കംപ്ലീറ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഒരു മാക്രോ ലെവലിൽ നമുക്ക് ചെയ്യാവുന്നത്. ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നിയമങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഒരുപാട് കുട്ടികൾ, കൗമാരപ്രായക്കാരൊക്കെ വീടും അതൊക്കെ ഉപയോഗിക്കുന്നവർ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട് എന്നാണ്. അപ്പോൾ ഇത് ഒരു വശത്ത് വളരെ കൃത്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുണ്ടെന്ന് പറയുകയും അതേസമയം തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പുതുതലമുറ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രശ്നവും നമ്മളൊരു നിയമം കൊണ്ട് നമുക്ക് 100% അത് സോൾവ് ചെയ്യാൻ പറ്റിയത്. അതിപ്പോൾ ട്രാഫിക് ആണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും ഏതെടുത്താലും
അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. നിയമം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആൾക്കാർക്ക് പേടി വേണം. പക്ഷേ പേടിയുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇത് കുറയും. പക്ഷേ നമുക്ക് കംപ്ലീറ്റായിട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് അവയർനെസ് വേണം. അത് ഒരു വലിയ ഒരു നല്ല ഒരു ശതമാനം ആൾക്കാർക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. 2, നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള എടുത്താൽ ഒരു മിനിസ്ട്രി, പിള്ളേർക്ക് വേണ്ടി ഒരു മിനിസ്ട്രി പോലും ഇല്ലാത്തൊരു ഒരു സ്റ്റേറ്റാണ് നമ്മുടെ സ്റ്റേറ്റ്. ഈ ഗവൺമെൻറ് എന്നല്ല, പഴയ ഗവൺമെൻറ്റും ഒരു മിനിസ്ട്രി ഫോർ പിള്ളേർക്ക് വേണ്ടി ഒരു മിനിസ്ട്രി, അല്ലെ വിമൻ ആൻഡ് ചിൽഡ്രൻ പോലും, അത് സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്, നമുക്കില്ല. ഒരു പർട്ടിക്കുലർ മിനിസ്ട്രി ശരിക്കും പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ നമുക്ക് ഒരു മന്ത്രി വേണം. ആ മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രിക്ക് മനസ്സിലാക്കാം. പക്ഷെ മന്ത്രി കുട്ടികളെ മനസ്സിലാക്കുന്നൊരു മന്ത്രിയും കൂടെ വേണം. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ, ഡ്രഗ്സൊക്കെ ഇപ്പം കണ്ടമാനമാണ് കൂടിയിരിക്കുന്നത്. എറണാകുളം സിറ്റി തന്നെ ഒരു നല്ല ശതമാനം പിള്ളേർക്ക് ഒരു 30%, 25 to 30% വരെ ചിലർ കൂട്ട് ചെയ്യുന്നുണ്ട്. അത്രയും ആൾക്കാർ ഇൻ വൺ വേ ഓർ ദി അതർ എടുക്കുന്നുണ്ട് മരുന്ന്. അത് സ്കൂൾ സമയത്ത് എടുക്കുന്നില്ലായിരിക്കും, പക്ഷേ ഒരു സമയം സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുന്ന സമയമായിരിക്കും. പക്ഷേ ഫാക്ട് ഈസ് അവരെടുക്കുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഒരു മെസ്സേജ് എന്താണ് കൊടുക്കാനുള്ളത്? ഇപ്പോൾ പാരൻസിൻ്റെ ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നു, കുട്ടികൾക്കും അവയർനെസ് ഇല്ല. എന്താണ് ഒരു കൃത്യമായിട്ട് പറയാനുള്ളൊരു മെസ്സേജ്? ഒന്ന്, നമ്മൾ പേരൻസിൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പേരൻസ് ക്വാളിറ്റി ടൈം പിള്ളേരോട് സ്പെൻഡ് ചെയ്യണം. അത് അച്ഛനും അമ്മയും വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഒരുമിച്ച് അവർ ആഹാരം കഴിക്കണം, ഒരുമിച്ച് അവർ വെളിയിൽ നടക്കാൻ പോകണം, സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ മോൾ വിസിറ്റ്, എല്ലാം ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ അതൊരു ഫാമിലി യൂണിറ്റ് ആവും. 2, കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ചാനൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ മാസവും 1-ാം തീയതി വീണ്ടും പിള്ളേരോട് പറയുകയാണ്, ഈ വക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.